വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുതിരാൻ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ. നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ. കുതിരാനിൽ ജാഗ്രത കുറവുണ്ടായെന്ന് കെ രാജൻ MLA. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. തൃശൂർ ദിവാൻജി മൂലയിൽ പുറംപോക്ക് ഭൂമിയിൽ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ. കുന്നംകുളം ബസ് അപകടത്തിനിടയാക്കിയ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂരിൽ യെല്ലോ അലർട്ട്. നെന്മണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 97 പേർ. വാർത്തകൾ വിശദമായി. കുതിരാൻ തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ. ആശങ്ക തുടരുന്നു. കുതിരാൻ തുരങ്കമുഖത്തെ മണ്ണിടിച്ചിൽ കുറച്ച് ആശങ്കയൊന്നുമല്ല കേരളത്തിന് സമ്മാനിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 2 ഇടങ്ങളിലായാണ് മണ്ണിടിഞ്ഞത്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മണ്ണിടിഞ്ഞതോടെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. കാരണം നമുക്കറിയാം, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ കുതിരാൻ ഇരട്ട തുരങ്കത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണുത്തിക്കും വടക്കഞ്ചേരിക്കും ഇടയിലുള്ള ഈ ഇരട്ട തുരങ്കത്തിന് 1 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. എങ്ങാനും മണ്ണിടിഞ്ഞ് തുരങ്കമുഖം അടഞ്ഞാൽ എന്തുമാത്രം ദുരിത സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇപ്പോഴും മണ്ണിടിച്ചിലിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു നീരൊഴുക്ക്, അപ്പുറത്തൊരു നീരൊഴുക്ക് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഈ മണ്ണിടിച്ചിലിന്റെ പ്രഭവസ്ഥാനത്തേക്ക് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും പോവുകയുണ്ടായിരുന്നു. അവിടെ അവർ പരിശോധിച്ചു. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ കുതിരാൻ തുരങ്കമുഖത്ത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് കാണാം. വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തൊട്ട് മുകളിലായി ഇപ്പോഴും മണ്ണിടിയാൻ പാകത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ഈ തുരങ്കത്തിൽ ഉൾപ്പെട്ടവരുടെ അവസ്ഥ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ഒരു പഴയ പാതയുടെ വഴിയാണ്, കുതിരാനിലെ അയ്യപ്പ ക്ഷേത്രം വഴിയുള്ള പാതയുടെ വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാത തുറക്കേണ്ടി വരും. ആ പാത തുറക്കാനുള്ള സാഹചര്യവും ഇവർ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി ജനീഷ്, അതുപോലെ തന്നെ കെ രാജൻ MLA, കളക്ടർ, കമ്മീഷണർ എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ജില്ലാ കളക്ടറും അതുൾപ്പെടെയുള്ള ആളുകളൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് വന്നത്. MLAയും അതോടൊപ്പം തന്നെയുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ മുകളിൽ കയറി പരിശോധന നടത്തിയതിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിന് ശേഷമുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടി ഒരു വിദഗ്ധ അഭിപ്രായം നേടുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് റവന്യൂ മിനിസ്റ്ററുമായി സംസാരിച്ചു. അദ്ദേഹം ജില്ലാ കളക്ടർക്ക് കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ കൂടി ഒരു അഭിപ്രായം എടുത്തതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളില്ല എങ്കിൽ സാധാരണ രീതിയിൽ തുടരാൻ വേണ്ടി കഴിയും. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ എടുക്കും. അപ്പോൾ തൊട്ടപ്പുറത്തെ പഴയ റോഡ് കൂടി പ്രാവർത്തികമാക്കേണ്ട ഒരു സാഹചര്യത്തെ സംബന്ധിച്ചിപ്പോൾ MLAയും കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സൂചിപ്പിച്ചു. അതിനെ സംബന്ധിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ തുറന്നു കൊടുക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഒരു ആവശ്യം വന്നാൽ നമുക്ക് അടിയന്തരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ റോഡ് കൂടി സജ്ജമാക്കി വെക്കേണ്ടതാണ് എന്നൊരു പൊതു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അതും സ്വീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്.
നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കമ്മീഷണർ, കളക്ടർ, MLA എന്നിവരെല്ലാം സ്ഥലത്തെത്തിയിരുന്നു, കൃത്യമായി തന്നെ പരിശോധിക്കുകയും ചെയ്തു. ഇതിന് മുകളിൽ കയറി ഉദ്യോഗസ്ഥ സംഘം പരിശോധിച്ചിരുന്നു. ഇതേ സമയം തന്നെ മഴക്കാലത്തിന് മുന്നോടിയായി കൃത്യമായി ആ മണ്ണിടിയാനുള്ള മേഖലകൾ കണ്ടെത്താൻ സാധിച്ചില്ല, വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്നിരുന്നാലും വലിയ ആശങ്കയ്ക്ക് ഇടവരാതിരിക്കട്ടെ, വലിയ രീതിയിൽ മണ്ണിടിയില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇതുവഴി കടന്നു പോകുന്നവർ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. കുതിരാനിൽ നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലേ? നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രത തുടരേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം മുകളിൽ കയറി നോക്കിയത് ഫോറസ്റ്റിൻ്റെ പ്രതിനിധികളും അതുപോലെ NHന്റെ സിവിൽ എഞ്ചിനീയേഴ്സുമാണ്. ഇതിൻ്റെ എക്സ്പേർട്സ് എന്ന് പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ടീം ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരും നമ്മുടെ ജിയോളജിസ്റ്റും കൂടി ഒരു പ്രാവശ്യം കൂടി മുകളിൽ ഒന്ന് കയറി അവർ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും സേഫ് ആണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കുതിരാനിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് K. രാജൻ MLA. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം, കുതിരാൻ ഇരട്ടത്തുരങ്ക മുഖത്തിന് മുന്നിലായി എന്തെങ്കിലും തടസ്സം വന്നാൽ എന്തുമാത്രം പാനിക്കാവും ആളുകൾ, എന്തുമാത്രം ദുരന്ത ഭീതിയാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന്. ഇതിന് മഴയ്ക്ക് മുന്നോടിയായി ഇവിടെ കൃത്യമായി ശരിയാക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സമാന്തര പാത, പഴയ പാത അത് സഞ്ചാരയോഗ്യമാക്കുക എന്നത് ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? ദേശീയപാത അതോറിറ്റി സാധാരണ നിലയിൽ നടത്താറുള്ള പോലെ തന്നെ കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാര്യങ്ങൾ പലതും നടത്തിയത്. ദേശീയപാതയിൽ നോക്കിയാൽ മുകേഷിന് കാണാൻ പറ്റും, എല്ലായിടത്തും വെള്ളം കിട്ടും. എത്ര തവണ യോഗം വിളിച്ച് ഇവരൊന്നും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വിധത്തിലാണ് ഇത് പോകുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഗൗരവമാണ്. ഞങ്ങൾ ആ പ്രദേശത്ത് നോക്കിയിട്ടുണ്ട്. ഇവർ പറയുന്നത് മാത്രം കേട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിലെ ജിയോടെക്കിൻ്റെ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ പാലക്കാട് IITയുടെ കൂടി ബന്ധപ്പെട്ട ആളുകൾ കൂടി അവിടെ പരിശോധിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടേ നമുക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റൂ. ഇവിടെ സമാന്തരമായിട്ടുള്ളൊരു റോഡ് അത് തുറന്നു കൊടുക്കാൻ DM ആക്ട് അനുസരിച്ചിട്ട് നിർദ്ദേശം കൊടുക്കാൻ ഇപ്പോൾ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സെക്കൻഡ് ഓപ്ഷനായി, പ്ലാൻ B ആയി നമുക്ക് അത് രൂപീകരിക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, വകുപ്പുകൾ തമ്മിലുള്ള തർക്കം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും പല ഘട്ടത്തിലും കൂട്ടായി കൊണ്ടുപോകേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും ഗൗരവപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടും അത് ആലോചിക്കുന്നില്ല എന്നുള്ളത് ഗൗരവമാണ്. ഇപ്പോൾ ഇവിടുത്തെ മാത്രമല്ല, ഞങ്ങൾ NHന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ TCVക്ക് കാണാവുന്നത് പോലെ ഈ പാറയുടെ പുറത്തിലേക്ക് തള്ളി നിൽക്കുന്ന പിന്നെ പൊടിപടലങ്ങളും മണ്ണുമൊക്കെ അങ്ങനെ നിന്നാൽ നാളെ മേലാക്കും ഇതൊരു പ്രശ്നത്തിലേക്ക് ഇടവരുത്തും. കുറച്ചാൾ മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ ഇടിഞ്ഞതാണ്. ഇത് ഫോറസ്റ്റ് സമ്മതിക്കുന്നില്ലെന്ന് NH ചെയ്യുന്നില്ലെന്ന് ഫോറസ്റ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പരസ്പരമായിട്ടുള്ള തർക്കമാണ് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത്. അവസാനിപ്പിച്ചാൽ മതിയാവും. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. മുൻകൂട്ടി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടുപകരണങ്ങൾ പോലും പുറത്തെടുക്കാൻ അനുവദിക്കാതെയാണ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി വീട് അടച്ചുപൂട്ടി സീൽ ചെയ്തത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും കാറ്റും വകവയ്ക്കാതെയാണ് അധികൃതർ വീട് അടച്ചുപൂട്ടി സീൽ വെച്ചത്. മരുന്നുകളും നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങൾ പോലും വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ കനത്ത മഴയത്ത് അടച്ചുപൂട്ടിയ സ്വന്തം വീടിന്റെ ഉമ്മറത്തെ തറയിൽ കിടന്നാണ് ഈ കുടുംബം രാത്രി തള്ളി നീക്കിയത്. 2022 മകളുടെ വിവാഹ ആവശ്യത്തിനായാണ് ദാസ് ഉജ്ജീവൻ മൈക്രോ ഫിനാൻസിൽ നിന്ന് 7.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. തുടർന്ന് 3 വർഷത്തോളം കൃത്യമായി തിരിച്ചടവ് നടത്തി. എന്നാൽ ഇതിനിടയിൽ ദാസിന് ഗുരുതരമായ രോഗം ബാധിക്കുകയും രണ്ടാമത്തെ മകളുടെ വിവാഹം നടക്കുകയും ചെയ്തതോടെ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇതോടെ തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. മുൻപ് 2 തവണ ബാങ്ക് ജീവനക്കാർ ജപ്തിക്കായി എത്തിയിരുന്നെങ്കിലും വാർഡ് കൌൺസിലർ രമണി പ്രേമദാസൻ, മുൻ കൌൺസിലർ അജിത് കുമാർ എന്നിവരുടെയും നാട്ടുകാരുടെയും ഇടപെടലിനെ തുടർന്ന് ജപ്തി നടപടികളിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് ഒറ്റത്തീർപ്പെന്ന പേരിൽ 7 ലക്ഷം രൂപ അടച്ചുകഴിഞ്ഞാൽ ജപ്തി ഒഴിവാക്കാമെന്ന് പറയുകയും പണവുമായി ചെന്നപ്പോൾ ലോൺ അവസാനിപ്പിക്കാൻ ബാങ്ക് ജീവനക്കാർ നൽകിയില്ലെന്നും ലോൺ അവസാനിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപയാണ് ബാങ്ക് ആവശ്യപ്പെട്ടതായും കുടുംബം പറയുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് പോലീസുമായി എത്തി വീട് പൂട്ടി സീൽ ചെയ്ത ബാങ്ക് നടപടിക്കെതിരെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തൃശൂർ ദിവാൻജി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടീന അറിയിച്ചു. ദിവാൻജി മൂലയിൽ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് സമീപം പുറമ്പോക്ക് ഭൂമിയിൽ കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന തട്ടുകടയുടെ മറവിലാണ് പുതിയ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വന്നിരുന്നത്.
കാളത്തോട് സ്വദേശിയായ അസീസ് എന്നയാൾ ഇവിടെയുണ്ടായിരുന്ന കടകളും വീടുകളും വാങ്ങുകയും റഹാത്ത് ഫാസ്റ്റ് ഫുഡ് എന്ന പേരിൽ പുതിയ ഹോട്ടൽ ആരംഭിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും പ്രദേശത്ത് താമസിക്കുന്നവരും ചേർന്ന് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത്. സംഭവസ്ഥലത്തെത്തിയ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടീന നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് അറിയിച്ചു. ഏറെ ഗതാഗതക്കുരുക്കുള്ള ദിവാഞ്ചി മൂലയിലാണ് റോഡ് കയ്യേറിയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതെന്നും കോർപ്പറേഷൻ നൽകിയ സ്റ്റോപ്പ് മെമ്മോയും അവഗണിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും കോർപ്പറേഷൻ അധികാരികൾ ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. സ്റ്റോപ്പ് മെമ്മോയ്ക്ക് പോലും പുല്ല് വില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഇതിന്റെ പണി ഉള്ളിൽ നമ്മളിപ്പോൾ കണ്ടു, വിഷ്വൽസ് കണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നിയമവിരുദ്ധമാണ്. ഇവിടുത്തെ ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്നതിന് ഈ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണമായിട്ടും ഈ കെട്ടിടം നിൽക്കുന്ന പുറമ്പോക്കിലാണ്. ഇവിടെ മുമ്പുണ്ടായിരുന്ന 3 വീടുകളാണ്. ആ 3 വീടുകൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ അതൊരു ഒറ്റ ഹോട്ടലാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് അനധികൃതമാണ്. ഇവർക്ക് MSME ലൈസൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. MSME ലൈസൻസ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഹോട്ടൽ തുടങ്ങാനുള്ള അധികാരമല്ല MSME ലൈസൻസ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഭൂമിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കടറുമുള്ള ആളുകൾക്ക് കട തുടങ്ങാനാണ് MSME ലൈസൻസ് തുടങ്ങുന്നത്. പുറമ്പോക്ക് തുടങ്ങാനല്ല അത് ഉള്ളത്. ഹോട്ടലിൽ നിന്നുള്ള മലിനജലം വീടുകളിലേക്ക് ഒഴുകിയെത്തി വീടുകളിൽ താമസിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണെന്നും കോർപ്പറേഷൻ അധികാരികൾക്കും കളക്ടർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും വീട്ടമ്മയായ ജിഷ പറഞ്ഞു. ഞങ്ങൾക്ക് അതന്നെ പറയാനുള്ളത്. ഇവിടെ ഈ ഹോട്ടൽ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് ആ വേസ്റ്റ് വെള്ളം വരുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഞങ്ങളെല്ലാവർക്കും കലക്ടർക്ക്, ഇപ്പോൾ കോർപ്പറേഷനിലേക്ക്, സെക്രട്ടറിക്ക് എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പം പ്രവർത്തിക്കുന്നില്ല. തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർ ലിസ്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഹെൽത്തിലത്തെ സാറ് പറയണത് പിന്നെ വായോ രാജു എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളക്ടർ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണതിനെ പിന്നെ വായോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൗൺസിലർമാരായ AF സിജിത്ത്, സൗമ്യ പ്രതീഷ്, CPM കൊക്കാല ഏരിയ സെക്രട്ടറി ജയകുമാർ എന്നിവരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. TCV തൃശൂർ. കുന്നംകുളം ബസ് അപകടത്തിനിടയാക്കിയ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. കേച്ചേരി സ്വദേശി അബ്ദുൾ സലാമാണ് ബസ് ഓടിച്ചിരുന്നത്. ബോധപൂർവമല്ലാത്ത നരഹത്യ, അശ്രദ്ധവും അമിത വേഗതയിലുമുള്ള ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഈ പാതയിൽ ജീവൻ നഷ്ടമായത് 5 പേർക്ക്. റോഡ് നവീകരണം പൂർത്തിയായിട്ടും സീബ്ര ക്രോസിംഗ്, മുന്നറിയിപ്പ് ബോർഡുകൾ, വേഗനിയന്ത്രണ സംവിധാനങ്ങൾ, CCTV ക്യാമറകൾ, രാത്രികാല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കേച്ചേരി, ചൂണ്ടൽ, അക്കിക്കാവ് കോളേജ്, പെരുമ്പിലാവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സിഗ്നൽ ലൈറ്റുകൾ മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംസ്ഥാന പാതയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊന്നാണിത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ വഴിമധ്യേ ഉണ്ടാകുന്ന സമയനഷ്ടം നികത്താൻ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ചില വാഹനങ്ങളിലെ സ്പീഡ് ഗവർണറുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തുടർച്ചയായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പാതയിൽ അമിതവേഗം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും പരിശോധനകൾ ശക്തമാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. TCV ന്യൂസ്, കുന്നംകുളം. സംസ്ഥാനത്ത് വ്യാപകമായി മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഓറഞ്ച് അലർട്ടും തൃശൂർ ഉൾപ്പെടെ മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. തൃശൂരിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 97 പേർ കഴിയുന്നുണ്ട്. കടലാക്രമണം രൂക്ഷമായി വാടാനപ്പള്ളിയിൽ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. നെന്മണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പല്ലാവൂർക്കട രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് തേക്ക് മരം വീണത്. വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. ഇന്ന് പുലർച്ചെയായി ഉണ്ടായ ശക്തമായ കാറ്റിലാണ് അപകടം. ആലപ്പാട് കുണ്ടൻ പോളിന്റെ പറമ്പിലെ തേക്കാണ് വീണത്. മരം വീണതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. അപകടത്തിൽ ഇവരുടെ മതിൽ തകർന്നു. വൈദ്യുതി കമ്പികൾ പൊട്ടി വീണതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. തേക്ക് മുറിച്ചുമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുടുംബശ്രീ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകുന്നത് സ്ത്രീകൾക്ക് സാമ്പത്തിക അച്ചടക്കം കൂടുതൽ ഉള്ളതിനാലാണെന്ന് മന്ത്രി OJ ജനീഷ്.
കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ജീവനം ക്യാമ്പയിൻ, സമ്പൂർണ്ണ ISO പ്രഖ്യാപനം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം മാളയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വെറുതെയാകില്ലെന്ന് തിരിച്ചറിവുള്ളതിനാലാണ് KSRTC ബസ്സുകളിൽ സർക്കാർ സൗജന്യ യാത്ര അനുവദിച്ചത്. യാത്രാ നിരക്ക് ഇനത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന അധിക വരുമാനം കുടുംബത്തിന് പ്രയോജനപ്പെടുമെന്ന് OJ ജനീഷ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷനായി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അഭിജിത് K ദീപക് എന്നിവർ സംസാരിച്ചു. സ്ത്രീകളുടെ സ്റ്റാറ്റസ് മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഇടവേള. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗപ്രസാദിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീട് വൃത്തിയാക്കാൻ എത്തിയ ജോലിക്കാരെയാണ് മോഷണ ശ്രമം അറിഞ്ഞത്. പുറകിലെ ഗ്രിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറി നോക്കിയപ്പോഴാണ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. വീട്ടുകാരുടെ പരാതി പ്രകാരം ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്വർണ്ണവില സംസ്ഥാനത്ത് ഇന്നും കൂടി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് വില 13,740 രൂപയിലെത്തി. പവൻ വില 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയായി. ഇന്നലെ പവന് ഒറ്റയടിക്ക് കൂടിയത് 2,120 രൂപയാണ്. 3 ദിവസത്തിനിടെ വില വർദ്ധിച്ചത് പവന് 4,320 രൂപ. ചിറക്കൽ കാട്ടകാമ്പാൽ റോഡിലെ അശാസ്ത്രീയ കാന നിർമ്മാണം നാട്ടുകാരെ വലയ്ക്കുന്നു. റോഡിനേക്കാൾ ഉയർത്തി കാന നിർമ്മിച്ചത് മൂലം വാഹനങ്ങൾക്ക് വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കാന നിർമ്മാണം തുടങ്ങിയ സമയത്ത് തന്നെ നാട്ടുകാർ ഉയരവ്യത്യാസം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ റോഡ് ഉയർത്തി നവീകരിക്കുമ്പോൾ ഉയരവ്യത്യാസം മാറുമെന്നാണ് അധികൃതർ പറഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോഴും കാനയുടെ ഉയരവ്യത്യാസത്തിന് മാറ്റമുണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. റോഡും കാനയും തമ്മിലുള്ള ഉയരവ്യത്യാസം മാറ്റാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരുവനന്തപുരത്ത് അസ്വാഭാവിക സാഹചര്യത്തിൽ മർദ്ദനമേറ്റ കൊടുങ്ങല്ലൂർ നഗരസഭാ കൌൺസിലർ KK ഹാഷിഖ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് TS അംജിത് അധ്യക്ഷത വഹിച്ചു. LDF സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന അനധികൃത കയ്യേറ്റങ്ങളും ക്രമക്കേടുകളും സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സിഡ്കോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അത്താണി ഇൻഡസ്ട്രിയൽ പാർക്കിൽ സർക്കാർ സ്ഥലവും റോഡും കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും സർക്കാർ നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതായി ആരോപിച്ചും മാതാ പൌഡർ കോട്ടിംഗ് സ്ഥാപനത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. DCC സെക്രട്ടറി K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ NR സതീശൻ, ജിജോ കുര്യൻ, PJ രാജു, വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് SA ആസാദ്, KK കൃഷ്ണൻകുട്ടി എന്നിവരും സംസാരിച്ചു. ഇന്ന് ദേശീയ കൈത്തറി ദിനമാണ്. തിരുവല്ലോമല കുത്താമ്പുള്ളിയിലെ ഗ്രാമീണ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പരമ്പരാഗത കൈത്തറി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൊച്ചി രാജാവ് തങ്ങളുടെ ആവശ്യത്തിനുള്ള തുണികൾ നെയ്തുണ്ടാക്കാനായി ഇതര സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന ദേവാംഗ സമുദായക്കാരാണ് ഇപ്പോഴും അതേ കൂലിത്തൊഴിലുമായി കൂത്താമ്പള്ളിയിലുള്ളത്. ഫാഷൻ ട്രെൻഡുകൾ മാറി മറിയുമ്പോഴും വിശ്വാസ്യതയുടെ ഇഴയെടുപ്പത്തിൽ ഊടും പാവും ചേർത്ത് കരവിരുതിൽ നെയ്തെടുത്ത കസവുകളിൽ തിളങ്ങി നിൽക്കുകയാണ് കൂത്താമ്പുള്ളി. ഓണത്തിനും വിഷുവിനുമെല്ലാം മലയാളിക്ക് കൂത്താമ്പുള്ളി നെയ്ത്ത് വസ്ത്രങ്ങൾ നിർബന്ധമാണ്. ഓണം അടുത്തെത്തിയതോടെ കൂത്താമ്പുള്ളിയിൽ തിരക്കേറി വരികയാണ്. പല കടകളിലേക്കും കയറാൻ പോലും പറ്റാത്തത്ര തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, ചുരിദാർ തുടങ്ങിയവ പലതരത്തിലുള്ള ഡിസൈനുകളിൽ ലഭ്യമാണ്. മയിൽപീലി മുതൽ ഓരോ വിശേഷങ്ങളുടെയും ആവശ്യത്തിനനുസരിച്ചും പുതിയ ട്രെൻഡിനനുസരിച്ചും പ്രിന്റ് ചെയ്തും ലഭ്യമാണ്.
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഓരോരുത്തരും ഇപ്പോൾ ബിസിനസ് വിപുലപ്പെടുത്തുന്നത്. സിനിമ, സീരിയൽ മേഖലയിൽ നിന്നുള്ള പ്രശസ്തരടക്കം തുണിയെടുക്കാനായി കൂത്താമ്പള്ളിയിലേക്കാണ് വരുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശത്തേക്ക് വരെ ഇവിടെ നിന്ന് ഓൺലൈനായി തുണിത്തരങ്ങൾ ലഭ്യമാണ്. കൂടാതെ തിരുവില്ലാമല പഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തുകളായ പഴയന്നൂർ, ചേലക്കര, പെരിങ്ങോട്ടുകുരിശി, ലക്കിടി, ഒറ്റപ്പാലം തുടങ്ങി നിരവധി പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് ജോലിയും നൽകാൻ ഈ കൊച്ചു ഗ്രാമത്തിന് കഴിയുന്നു. ചെറിയ കുട്ടികളുള്ള, ജോലിക്ക് പോകാൻ കഴിയാത്ത നൂറുകണക്കിന് വീട്ടമ്മമാരാണ് വീട്ടിലിരുന്ന് ഓൺലൈനായും ജീവിതമാർഗം കണ്ടെത്തുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ അത്താണിയായി മാറുകയാണ് കൂത്താമ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. TCV തിരുവില്ലാമല. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പോൾ പുലിക്കോട്ടിൽ, റിജു കണക്കന്തറ, KP ജോസഫ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സംയുക്ത കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി, നേതാക്കളായ PK ഷാജൻ, VS പ്രിൻസ്, KK രാജേന്ദ്രബാബു, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകാനായി BJP പ്രവർത്തകർ ശയനപ്രദക്ഷിണം നടത്തി. മഞ്ജുളാലിനു മുൻപിൽ നിന്ന് നഗരസഭ ഓഫീസിലേക്കായിരുന്നു ശയനപ്രദക്ഷിണം. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, KC രാജു തുടങ്ങി 10 പേരാണ് റോഡിലൂടെ ശയനപ്രദക്ഷിണം നടത്തിയത്. നഗരസഭ ഓഫീസിന് മുൻപിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രതിഷേധ പൊതുയോഗം BJP തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി ദിലീപ് ഘോഷ് അധ്യക്ഷനായി. പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതീഷ് കാവീട്, ജനറൽ സെക്രട്ടറി ജിതിൻ മരക്കാത്ത്, പ്രസിഡന്റ് വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, ജിതീഷ് കാവീട്, സൂരജ് താമരയൂർ എന്നിവരും സംസാരിച്ചു. അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ സമരം അടക്കമുള്ള ഒരുപാട് പേര് അവർക്ക് വേണ്ടി ഈ മലിനമായ റോഡില് ആളുകൾ. ഓണക്കാലത്ത് ഓട്ടുപാറ വടക്കാഞ്ചേരി അത്താണി മേഖലയിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിനു വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദിന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നു. ഈ മാസം 15 മുതൽ 31 വരെ ഗതാഗത ക്രമീകരണം താൽക്കാലികമായി നടപ്പാക്കാൻ തീരുമാനിച്ചു. ബസ്സുകൾ അംഗീകൃത ബസ് സ്റ്റോപ്പുകളിൽ റോഡിൽ നിന്നിറക്കി യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണമെന്ന് യോഗം നിർദ്ദേശം നൽകി. നഗരസഭാ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OR ഷീലാമോഹൻ, KP മദനൻ, സ്വപ്ന ശശി, PG സനീഷ്, ധന്യ നിധിൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 30ാമത് ഗുരുദർശന പുരസ്കാരം കവി K സച്ചിദാനന്ദന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 28-ന് മേത്തലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് സമ്മാനിക്കും. സമാജം പ്രസിഡന്റ് M ബിജുകുമാർ, വൈസ് പ്രസിഡന്റ് TS സജീവൻ, ട്രഷറർ KR അമ്പിളികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിക്കുള്ള നവമലയാളി പുരസ്കാരം ഡോക്ടർ MP പരമേശ്വരനും സംഘടനയ്ക്കുള്ള പുരസ്കാരം മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്കും നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ പുരസ്കാരദാനം നിർവഹിക്കും. നവമലയാളി ഭാരവാഹികളായ PN ഗോപികൃഷ്ണൻ, KM അബ്ദുൾ ഗഫൂർ, PS ഷാനു, VN ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 15-ന് ആരംഭിക്കും. 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളടക്കം നിരവധി പരിപാടികളാണ് ജൂബിലി വർഷത്തിൽ നടപ്പാക്കുന്നത്. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുത്തൂർ, ആഘോഷ കമ്മിറ്റി കൺവീനർ ലിൻഡോ കാട്ടുകാരൻ, ഭാരവാഹികളായ ഷോണി അക്കര, സ്റ്റേനി ചാക്കോ, മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജന്തർ മന്ദിറിൽ നീതിക്കുവേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊലപ്പെടുത്തണമെന്ന RSS നേതാവിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷത വഹിച്ചു. TE ജെയിംസ്, PA ശ്രീധരൻ, KS പുഷ്പാഗ്രൻ, KS തൃപ്തി, MV പ്രസാദ്, MP കബീർ എന്നിവർ സംസാരിച്ചു.
മറ്റത്തൂർ പഞ്ചായത്ത് 9-ാം വാർഡ് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുമ ആന്റണി അധ്യക്ഷത വഹിച്ചു. വയോജന സമിതി പ്രസിഡന്റ് PM ജോണി, ആരോഗ്യ പ്രവർത്തക ഇന്ദുകല, അങ്കണവാടി വർക്കർ UG വാസന്തി, ലീല വേലായുധൻ, കുമാരി ഗോപാലകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ശ്രീനാരായണപുരം ആല ബ്രഹ്മശ്രീ കോരുവാശൻ സ്മാരക വൈദിക സംഘത്തിന്റെ സ്ഥാപകാചാര്യനായ തിലകൻ തന്ത്രികളുടെ 14ാമത് ശ്രാദ്ധത്തിന്റെ ഭാഗമായി ചതുർദശ ശ്രാദ്ധ സപര്യ ഞായറാഴ്ച നടക്കും. കാശി ജന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദ ഭാരതി ഉദ്ഘാടനം നിർവഹിക്കും. താന്ത്രിക തിലക് പുരസ്കാരം സാമ്പ്രദായിക ഭജൻസ് ഗായകൻ ഡോക്ടർ പ്രശാന്ത് വർമ്മ കോഴിക്കോടിന് സമ്മാനിക്കും. വിദ്യാഭ്യാസ അവാർഡ് SNDP കൊടുങ്ങല്ലൂർ യൂണിയൻ ചെയർമാൻ PK രവീന്ദ്രൻ സമ്മാനിക്കും. തന്ത്രിമാരായ CB പ്രകാശൻ, MN നന്ദകുമാർ, EK ലാലപ്പൻ, PC ബൈജു, AB വിശ്വംഭരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 1-ന് ഡൽഹി രാംലീല മൈതാനിയിൽ CPI സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചാരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച പദയാത്ര നടത്തും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് വൈസ് ക്യാപ്റ്റനും അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം ഡയറക്ടറുമായാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ MG സുരേഷ്, കൺവീനർ EA സതീശൻ, ട്രഷറർ CA ധർമ്മദാസ്, CPI ലോക്കൽ സെക്രട്ടറി ER ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PA റഹീം, PS അബ്ദുള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം കുന്നത്തങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കർഷക സംഘം മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി ട്രഷറർ K രാഗേഷ്, മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വിദ്യാധരൻ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി CG സജീഷ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,740 രൂപ, പവന് 1,09,920 രൂപ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുതിരാൻ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ, നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ. കുതിരാനിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് K രാജൻ MLA. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുമായി എത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. തൃശൂർ ദിവാൻജി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നു വന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ. കുന്നംകുളം ബസ് അപകടത്തിനിടയാക്കിയ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ്. തൃശൂരിൽ യെല്ലോ അലർട്ട്. നന്മണിക്കര വടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് 97 പേർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.